ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൂതിയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ജോയിൻ ചെയ്യാനുള്ള അവസരവുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, എങ്കിൽ ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിൽ ഒരു ഗ്രാമത്തില് പെൺകുട്ടികൾ ജനിച്ചാൽ 111 മരം നടണം എന്നൊരു നിയമമുണ്ട്. നോക്കിക്കേ, ശരിക്കും മനോഹരമായ ഒരു ആചാരമാണ്. കുട്ടികൾ ജനിക്കുന്നു, അതിനൊപ്പം 111 മരം നടുന്നു. അങ്ങനെ വരുമ്പോൾ അത് പ്രകൃതിക്കും വലിയൊരു സമ്പത്താണ്. രാജസ്ഥാനിലാണ് ഈ ഗ്രാമം. എന്താണ് ആ ഗ്രാമത്തിന്റെ പേര്? പിപ്ലാന്ത്രി. ശരിയായ ഉത്തരവാണ്. പിപ്ലാന്ത്രി. രാജസ്ഥാനിലെ പിപ്ലാന്ത്രി എന്ന ഗ്രാമത്തിലാണ് കുട്ടികൾ ജനിക്കുമ്പോൾ 111 മരങ്ങൾ കൂടെ നടണം എന്നുള്ള നിയമമുള്ളത്. അങ്ങനെയാണ് ഇനി അടുത്തൊരു ഗ്രാമത്തെ കുറിച്ച് ചോദിക്കട്ടെ. ഇത് പരിസ്ഥിതി രംഗത്ത് ഒരു മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലാണ് അണ്ണാ ഹസാരെ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ പ്രത്യേകത അവിടെ മഴയില്ല, വെള്ളമില്ല, വരണ്ട ഗ്രാമമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലിലൂടെ പ്രത്യേക രീതിയിലുള്ള ജലസേചനമൊക്കെ ചെയ്ത് പ്രകൃതിയെ സംരക്ഷിച്ച് പരിസ്ഥിതിയെ സംരക്ഷിച്ച് ഇന്ന് ആ ജൈവികമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഒരു മാതൃകയായിട്ട് വളരാൻ ആ ഗ്രാമത്തിന് പറ്റിയിട്ടുണ്ട്. ശരി ശരി, അങ്ങനെയാണ് ഈ ഗ്രാമത്തിന്റെ പേര് പറ. അണ്ണാ ഹസാരയുടെ ഗ്രാമം, മഹാരാഷ്ട്രയിലെ ഗ്രാമം, എന്തോ സിദ്ധിയുള്ള ഗ്രാമം. റാലേഗാൻ സിദ്ധി. എന്താ? ഓർത്തു വെക്കണം കേട്ടോ. റാലേഗാൻ സിദ്ധി എന്നുള്ള ഗ്രാമം വളരെ പ്രശസ്തമായ ഗ്രാമമാണ്. റാലേഗാൻ സിദ്ധി മറ്റൊരു ഗ്രാമം. ഇത് വളരെ പ്രകൃതി രമണീയമായ അതിഗംഭീരമായ മനോഹരമായ ഒരു ഗ്രാമമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 സന്ദർശിച്ചിരിക്കേണ്ട ഗ്രാമങ്ങളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ ഉൾപ്പെട്ട ഈ പാലക്കാടൻ ഗ്രാമത്തിന്റെ പേര് കൊല്ലങ്കോടാണ്. എടാടാ, അതിന്റെ ഈണവേ അങ്ങനെയല്ല, അതിന്റെ ഈണം അങ്ങനെയല്ല. ഓക്കെ, എന്തായാലും ഗ്രാമം ഏതാ? കൊല്ലങ്കോടാണ്. കറക്റ്റ് ആണ്. ശരി, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ IPL നടക്കുന്ന സമയമാണല്ലോ. ഈ ആദ്യം മരം നടുന്ന കാര്യമൊക്കെ പറഞ്ഞോണ്ടാ ഡോട്ട് ബോളുകളിൽ മരം നടുന്ന ഒരു പതിവ് അല്ല ഒരു പ്രക്രിയ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡോട്ട് ബോളിന് അതായത് ക്വസ്റ്റ്യൻ, ഒരു ഡോട്ട് ബോളിന് എത്ര മരം നടാനാണ് അവര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അതായത് ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്നു, ഡോട്ട് ബോൾ വന്നാൽ അതിന് ബദലായിട്ട് മരം നടണം. അങ്ങനെ ഒരു ഡോട്ട് ബോൾ വന്നാൽ അതിനനുസരിച്ചുള്ള എത്ര മരമാണ് നടേണ്ടത്? എത്ര മരമാണ്? 19 മരങ്ങൾ. ശരിയായ ഉത്തരം 19 മരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരം നട്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീമാണല്ലോ ഉദ്ദേശിച്ചത്. ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഋതുരാജ് കേൾക്കാതെ കാരണം ഇപ്പോൾ അവർക്ക് കളിക്കാൻ ഹോം ഗ്രൗണ്ട് ഇല്ല. അത്രയ്ക്ക് മരം, അവിടെ എല്ലാം മരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, വീണ്ടും ഒരു ഗ്രാമവും ആയി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാനിലെ നൗഗർ ജില്ല. ആ നൗഗർ ജില്ലയിലെ ഗ്രാമത്തെ കുറിച്ചാണ് ചോദ്യം. ഇവിടെ 1730 ജോധ്പൂർ, ഓർക്കണം പഴയ കാലമാണ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടണം. 1730 അന്നത്തെ ജോധ്പൂർ രാജാവിനൊരു കൊട്ടാരം പണിയണം. ആ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് ഈ നൗഗർ ജില്ലയിൽ അവിടെ ഒരു ഗ്രാമമുണ്ട്. ഖജാർലി എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ആ ഗ്രാമത്തിന്റെ പേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഖജാർലി ഗ്രാമത്തില് ഖേജ്രി എന്നു പേരുള്ള മരങ്ങളുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരിനോട് സാമ്യമുണ്ട്. ആ പ്രദേശത്ത് ഒരു പ്രത്യേകതരം മരമാണ്. അപ്പം ഖജാർലി ഗ്രാമത്തിലെ ഖേജ്രി മരങ്ങൾ, ആ മരങ്ങൾ മുറിച്ച് കൊട്ടാരം പണിയാൻ വേണ്ടി വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അമൃതാദേവി എന്നൊരു സ്ത്രീ, ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ ഗ്രാമത്തിലെ സ്ത്രീകൾ ആദ്യം വന്ന് മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിന്ന്, നമ്മൾ നേരത്തെ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ ഊർജം കിട്ടിയത് ഇവിടെ നിന്നാണ്. ഈ രാജാവിന്റെ സൈന്യത്തിനെതിരെ പ്രതികരിച്ചു. അവർ വന്നിട്ട് മരം വെട്ടിക്കൊണ്ടുപോയി. മരം വെട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആൾക്കാർ മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, ആളുകൾ വന്ന് മരം വെട്ടിക്കൊണ്ടു പോകുന്നു. എന്ത് സംഭവിക്കും? ആൾക്കാർ മരിക്കും. 363 പേരാണ് അവിടെ മരിച്ചത്. 363 പ്രതിഷേധക്കാർ. അവരെന്തിനാ സ്വന്തം ജീവിതം കളഞ്ഞേ? മരങ്ങളെ സംരക്ഷിക്കാൻ. സ്വാഭാവികമായിട്ടും ആ ഗ്രാമം അതൊരു പിന്നീട് ഒരു പ്രസ്ഥാനമായി തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായിട്ട് അത് മാറി. 1730 അമൃതാദേവി എന്നൊരു സ്ത്രീയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവരൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ആ പ്രസ്ഥാനം അറിയപ്പെടുന്നത് ആ വിഭാഗത്തിന്റെ പേരിലാണ്. യെസ്, ബിഷ്ണോയി. വിഭാഗത്തിലെ ഏറ്റവും പ്രശസ്തനാരാ? അറിയില്ല. രവി ബിഷ്ണോയി. അതാരാ? ഇന്ത്യൻ
ടീമിലേക്കുള്ള സ്പിന്നർ IPL കളിക്കുന്നത് എടേ പോടെ. ഇവിടെ അമൃത ബിഷ്ണോയ് എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ടാണ് അത് ബിഷ്ണോയ് പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അടുത്ത ഗ്രാമത്തെ കുറിച്ചുള്ള ചോദ്യം വീണ്ടും ഗ്രാമമാണ്. ഇത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൊക്കക്കോളയുടെ കമ്പനി സ്ഥാപിക്കുന്നു. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഓരോ ദിവസവും എടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഗ്രാമത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ കിണറുകളിൽ പുഴകളിൽ വെള്ളമില്ലാതാകുന്നു. അവിടെ അതിശക്തമായ ഒരു സമരം, കൊക്കക്കോള വിരുദ്ധ സമരം നടക്കുന്നു. പ്ലാച്ചിമട ശരിയായ ഉത്തരവാണ്. ഗ്രാമത്തിന്റെ പേര് പ്ലാച്ചിമട. എങ്കിൽ അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ. പ്ലാച്ചിമടയിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുണ്ട്. അവരുടെ പേര് മൈലമ്മ. ശരിയായ ഉത്തരവാണ്. ആ സമയത്ത് ഈ സമരമൊക്കെ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്ലാച്ചിമട ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് ഈ കൊക്കക്കോള കമ്പനി. ആ കൊക്കക്കോള കമ്പനിക്കെതിരെ കേരളത്തിലൊക്കെ സമരം നടക്കുമ്പോഴാണ് കേരളത്തിലെ പ്രമുഖനായ ഒരു നടന് കൊക്കക്കോള കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആകാനുള്ള അവസരം കിട്ടി. വലിയ എമൗണ്ട് കിട്ടുന്നതാണല്ലോ. അദ്ദേഹം അത് സ്വീകരിച്ചു. പക്ഷെ അന്ന് ആ സമരത്തിന്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി, വഴിയ പ്രതിപക്ഷ നേതാവൊക്കെയായിരുന്ന VS അച്യുതാനന്ദന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അന്ന് ഈ സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആ കൊക്കക്കോള കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ പദവി ഏറ്റെടുത്തില്ല, നിരസിച്ചു. ഏത് നടൻ? മമ്മൂട്ടി. ശരിയായ ഉത്തരവായിരുന്നു, മമ്മൂട്ടിയായിരുന്നു. കറക്റ്റാണ്. അടുത്ത ചോദ്യം. കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ് പാഡ്ര. ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, പക്ഷെ പാഡ്ര എന്ന് പറയുന്ന ഈ ഗ്രാമം ഒരു സമരത്തിന്റെ കേന്ദ്രമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം, ആ സമരം അവിടെ നാശം വിതച്ച കീടനാശിനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കശുമാവിൻ തോട്ടങ്ങളിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന മരുന്ന് അടിച്ചെന്നാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് സമാനതകളില്ലാത്ത പാരിസ്ഥിതിക ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അറിഞ്ഞു. നിഷാൻ പറഞ്ഞത് കറക്റ്റാണ്. എൻമഗജെ എന്ന് പറയുന്ന ഒരു നാട്ടിന്റെ പേര് തന്നെയാണ്. എൻമഗജെ എന്നുള്ളത് ഒരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയതാരാ? ആ പുസ്തകം എഴുതിയത് അംബികാസുധൻ മങ്ങാട്. ശരിയായ ഉത്തരവാണ്. അംബികാസുധൻ മങ്ങാടാണ് എൻമഗജെ പുസ്തകം എഴുതിയത്. പക്ഷേ ചോദ്യം എന്തായിരുന്നു ആ സമരം? ഓപ്ഷൻ എ എൻഡോസൾഫാൻ, ഓപ്ഷൻ ബി എൻഡോസൾഫാൻ, ഓപ്ഷൻ സി എൻഡോസൾഫാൻ, ഓപ്ഷൻ ഡി എൻഡോസൾഫാൻ. ശരിയായ ഉത്തരവാണ്. എൻഡോസൾഫാൻ എതിരെയുള്ള സമരമാണ് അവിടെ അരങ്ങേറിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം. പശ്ചിമഘട്ടം ഇന്ത്യയിലെ പ്രകൃതി സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നമ്മുടെ കേരളത്തിന്റെ കാവൽക്കാരന്മാരിൽ ഒരാളാണ്, ഒരു ഭാഗം മുഴുവൻ പശ്ചിമഘട്ടമാണ്. ആ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠനം നടത്തി അത് സംരക്ഷിക്കേണ്ട മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? മാധവ് ഗാഡ്ഗിൽ. ശരിയായ ഉത്തരവാണ്. മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്, അല്ലേ? മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ വർഷം 2025 അന്തരിച്ചു. 2026 സോറി, എന്നാലും പക്ഷേ 26 ആദ്യമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച ആ കമ്മീഷന്റെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിൽ. എന്നാൽ ആ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അതുപോലെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അത് മയപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ വീണ്ടും അതിനെ രണ്ടാമതൊരു കമ്മീഷനെ കൂടെ നിയമിച്ചു. ISROയുടെ മുൻ ചെയർമാനൊക്കെ ആയിരുന്ന കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ അതെ മരണാനന്തരം ഭാരതരത്നം കിട്ടി, അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞെന്താ? മാധവ് ഗാഡ്ഗിൽ പിന്നെ കസ്തൂരി രംഗൻ. ശരി. 2024 മാധവ് ഗാഡ്ഗിലിന് വളരെ പ്രശസ്തമായ ഒരു അവാർഡ് കിട്ടിയിരുന്നു. ചാമ്പ്യൻ ഓൺ എർത്ത്. പരിസ്ഥിതി പ്രവർത്തനത്തിലുള്ള ചാമ്പ്യൻ ഓൺ എർത്ത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആരാണ് ആ പുരസ്കാരം നൽകുന്നത്? യുണൈറ്റഡ് നേഷൻസ് യെസ്, UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, UNEP ആണ് ചാമ്പ്യൻ ഓൺ എർത്ത് പുരസ്കാരം നൽകുന്നത്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നെയ്റോബി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. കെനിയയിലെ തലസ്ഥാനം നെയ്റോബിയാണ്. ചോദ്യം ഇതാണ്, മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരെന്ത്? A walk up the hill, living with nature and people. യെസ്, ശരിയായ ഉത്തരവാണ്. എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. നേച്ചർ ആൻഡ് പീപ്പിൾ എന്നുള്ളത് തിരിച്ച് പീപ്പിൾ ആൻഡ് നേച്ചർ തന്നെ പഠിക്കണം. കാരണം ചില ക്വിസ് മത്സരങ്ങൾക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ അതെ പുസ്തകത്തിന്റെ ഘടനയിൽ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ പേരല്ലേ, മാർക്ക് കിട്ടണമെന്നില്ല. എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ആരുടെ പുസ്തകമാണ്? VS അച്യുതാനന്ദൻ. മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദന്റെ പുസ്തകമാണ്. അതെ, അയ്യങ്കാളി മുതൽ
ആകരുതെന്ന് പറഞ്ഞു. ഓക്കെ, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ VS അച്യുതാനന്ദൻ്റെതാണ്. VS അച്യുതാനന്ദൻ മരിച്ച സമയത്തൊക്കെയാണ് നമ്മൾ ആ ഒരു വാർത്ത ശ്രദ്ധിച്ചത്. പശ്ചിമഘട്ടത്തിന് വേണ്ടി അദ്ദേഹം സമരമൊക്കെ നടത്തിക്കൊണ്ടാകാം. പശ്ചിമഘട്ടത്തിലെ ഒരു ഇനം ചെടിയുടെ പേരാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. കാശിത്തുമ്പ. ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. ഏത് തരം ചെടിക്കാണ് ആ പേര്? കാശിത്തുമ്പയാണ്. പശ്ചിമഘട്ടത്തിൽ ഒരു തരം കാശിത്തുമ്പ. ഇത് നേരെ തിരിച്ചു ചോദിക്കാം. കേരളത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് പശ്ചിമഘട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രത്യേക ഇനം കാശിത്തുമ്പയ്ക്കുണ്ട്. ഏത് മുഖ്യമന്ത്രിയുടെ? ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. VS അച്യുതാനന്ദന്റെ പേരിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ചെറിയ എപ്പിസോഡ് 3ാം പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ പരിസ്ഥിതി ദിന ക്വിസിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മള് യൂട്യൂബിൽ മുന്നിട്ടിട്ടുള്ള പരിസ്ഥിതി ദിന ക്വിസുകളും മുൻ വർഷങ്ങളിൽ ഇട്ടിട്ടുള്ള പരിസ്ഥിതി ദിന ക്വിസുകളും ഒക്കെ കാണാൻ മറക്കണ്ട. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിഷാനൊപ്പം നിഷാൻ.